നമുക്ക് കിട്ടിയ മീനൊക്കെ ഒറ്റ 4 ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വറ്റനെ പിടിക്കാൻ പോവാണ്, വറ്റ മീൻ. അപ്പോൾ നല്ല പുഴയരികെയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ അപ്പോൾ നമുക്ക് വറ്റനെ പിടിച്ചിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. കുറച്ച് കറിയാക്കാനുള്ള മീനൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞില്ല അകടിപ്പിക്കണില്ല, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ചൂണ്ടിടാൻ പോയപ്പോൾ വറ്റനെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാനും കൂടി പിന്നെ ക്യാമറ എടുത്തു, വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ചൂണ്ടിടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയൊക്കെയാണ്. എല്ലാവരും നമ്മളറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ചൂണ്ടിടുന്ന സ്ഥലത്ത് സംസാരിച്ചാൽ മീനിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ നിന്ന് ബാലളിക്കുന്നത്. അപ്പോൾ ചൂണ്ടിടുന്ന സ്ഥലത്ത് മിണ്ടാറില്ല പതിവായിട്ട് ആരും. ഞാനും മിണ്ടിയില്ല. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മിണ്ടിക്കഴിഞ്ഞാൽ സംസാരം കേട്ട് കഴിഞ്ഞാൽ മീനിങ്ങനെ അടുത്ത് വരില്ല എന്നുള്ളത്. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസിന് ഇത്തിരി ക്ലാരിറ്റി ഒക്കെ കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ്. അതുപോലെ അടിപൊളി കാറ്റാണ് അവിടെ നിന്നാൽ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ഈ ജീവനുള്ള ചെമ്മീൻ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് മീനെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെമ്മീൻ പിടിക്കാനുള്ള വല ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അപ്പോൾ ഇതുപോലെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ ഇട്ടിട്ടാണ് മീനുകളെ പിടിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ വെളിച്ചെനൊക്കെ 2-3 വലകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ചൂണ്ടയിടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരനിരയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കൂട്ടത്തിൽ ഞങ്ങളുടെ ഇളയച്ചനും വന്നിട്ടുണ്ട് ചൂണ്ടിടാനായിട്ട്. ആ ബ്ലൂ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ആളും ഇങ്ങനെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, മീനില്ല. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോ മീൻ പെട്ടെന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ട അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും, കാരണം അത്രയും നല്ല മീനാണ് കിട്ടുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണല്ലോ പിന്നെ പുഴയിൽ നിന്ന് കിട്ടുന്നത്, നല്ല പുഴ മീൻ. അതിൻ്റെ ഇടയ്ക്ക് കൂട്ടത്തിൽ ഏറ്റവും വലിയ മീനാണ് കേട്ടോ കിട്ടിയേക്കണത് ഏട്ടൻ പിടിച്ചതിൽ. അങ്ങനെയുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാണ്. ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോഴേക്കും ആ വെളിച്ചെനെ ചൂണ്ടയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വറ്റനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂണ്ടയുടെ വളച്ചിലൊക്കെ കണ്ടപ്പോൾ എന്തോ നല്ല വലിയ മീനാണെന്നാണ് കരുതിയത്. ഇത്രേ ഉള്ളൂ. ഇപ്പം ഇത് ഏട്ടൻ പിടിച്ച മീനാണ്, പക്ഷെ അതെനിക്ക് പെട്ടെന്ന് കിട്ടൂല. പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണിച്ച് പുഴയിൽ നിന്ന് പൊക്കിയിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതൊക്കെ നേരത്തെ പിടിച്ചിട്ടേക്കണതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതൊക്കെ ഡെഡായി തുടങ്ങിയിട്ടുണ്ട്, കാരണം ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് മീൻ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ടേക്കണതാണ്. പുറകോട്ട് കവറിലെടുത്ത് വെച്ചില്ല, ഇങ്ങനെ എടുത്തെടുത്ത് ബാക്കോട്ട് എടുക്കുകയാണ്. നമുക്ക് കിട്ടിയേക്കുന്നത് 4 വറ്റയും 1 ചെമ്പല്ലിയുമാണ് കിട്ടിയേക്കണത്. അടുത്തുള്ളവർക്ക് അതിലേറെ കിട്ടിയിട്ടുണ്ട്. ഒരു കറിക്കായി നമുക്കിതൊക്കെ. ഏടനൊക്കെ സ്പീഡാണ്, വേഗം. ഇപ്പം ഈ വെളിച്ചെണ്ണ എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് കാണിച്ചു തരാനായിട്ട് എടുത്തു തന്നാണ്. കണ്ടോ, വലിവാണ്, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ചൂണ്ടിങ്ങനെ വളയണുണ്ട്. ഇത്രയേ ഉള്ളെങ്കിലും ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള മച്ചാനാണത്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത്, ഇങ്ങനത്തെ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് പനയുടെ ടൈപ്പുള്ള സ്റ്റിക്ക് ഇത് വെച്ചിട്ടാണ്, കോൽ വെച്ചിട്ടാണ് അവരെല്ലാവരും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഏട്ടനും അത് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഇളയച്ചൻ അവിടെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇളയച്ചന് മീനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും അവിടെ മീൻ കിടക്കണതൊക്കെ നമുക്ക് കിട്ടിയേക്കണ മീനുകളാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുളത്തുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു ഏട്ടൻ്റെ അടുത്തിരിക്കുന്ന ഒരു ബക്കറ്റ് പോലത്തെ ടൈപ്പ് ഉണ്ട്. അതിൽ ചെമ്മീൻ ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ചെമ്മീൻ ഇടുമ്പോൾ വേഗം ജീവനുള്ളത് പിടിച്ചിടാമല്ലോ. മറ്റത് വലയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ചാവുമല്ലോ. അത് കാരണം അങ്ങനെ ചെയ്യുന്നുണ്ട് അവർ. ഏട്ടന് മീൻ കിട്ടിയപ്പോഴേക്കും ക്യാമറ ഓഫ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാറ്ററി മാറ്റിയിടുന്ന ഗ്യാപ്പിലാണ് പെട്ടെന്ന് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.